ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മീൻ പൊള്ളിച്ചതും ബീഫ് ഫ്രൈയും ആയാലോ? എന്നാൽ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ചപ്പാത്തിയും കൊഴുക്കട്ടയും കൂടെ കൂട്ടാമല്ലേ? എന്നാൽ പിന്നെ അടിപൊളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എങ്കിൽ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിതാ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് നല്ല പോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്ക് ബീഫിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരും. എങ്കിലും കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഒരു പേടിയാണല്ലേ. അല്പം വെള്ളവും ചേർത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ബീഫിന് വേവുള്ളത് കൊണ്ട് ഒരു 5-6 വിസിലടിയൊക്കെ വേണ്ടി വരും കേട്ടോ. ഓക്കെ, എങ്കിലിതൊന്ന് വിസിലടിച്ചേക്കാം. അപ്പോഴേക്ക് അയില പൊള്ളിക്കാനുള്ള അയത ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. 2 അയലമീനാണ് ഞാൻ പൊള്ളിക്കാൻ എടുത്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല, ശാലോ ഫ്രൈ ആയാലും മതി. കാരണം നമുക്കിത് വാഴയിലയിൽ പൊള്ളിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ പാൻ വെച്ച് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കറിവേപ്പിലയിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇതിന് മുകളിലേക്കങ്ങ് വെച്ച് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് ഒന്ന് സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് മറുവശം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാമായിരുന്നു. ആ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഉള്ളി കൂടെ ഞാൻ ഈ സെയിം പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളകളെല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്ക് നമ്മൾ മീൻ വരട്ടാൻ ഉപയോഗിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകിൻ്റെതും കൂടെ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മീൻ പുരട്ടിയ പാത്രത്തിലെ മസാല കൂടെ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ വെന്ത് വരട്ടെ. ഈ മസാല കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളി നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തക്കാളി കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തക്കാളി വെന്തുടയുന്നവരെ കാത്തിരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ആ മസാലയുടെ ടേസ്റ്റ് ഒന്ന് വരുന്നത്. ഇപ്പോൾ തക്കാളിയെല്ലാം നമുക്ക് ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല സെറ്റായി. ഇനി വാഴയില ഞാൻ നല്ല പോലെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന 2 അയിലമീൻ കഷ്ണങ്ങളും ഇതുപോലെ അങ്ങ് എടുത്തു വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വന്ന മസാലക്കൂട് കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം മീനിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കണേ. അപ്പോൾ ആ ടേസ്റ്റും കൂടെ ആ മീനിലേക്ക് ഇറങ്ങും. ഇപ്പോൾ എല്ലാ മസാലയും ചട്ടിയിലുള്ളത് മീനിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സവോളയും കട്ട് ചെയ്തതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം.
ഇനി ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കെട്ടിക്കൊടുക്കാം. മീൻ പുറത്താകാതെ ശ്രദ്ധിച്ച് എല്ലാം മടക്കി കെട്ടണം കേട്ടോ. ഇനി ഇത് കെട്ടിയതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് എന്തായെന്ന് കൂടെ ചെക്ക് ചെയ്യാം. ബീഫ് ഞാൻ കുക്കർ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഇതാ ഞാൻ ഉരുളി ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീഫിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. സവോളയും ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഈ ബീഫിൻ്റെ തനതായ രുചി. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അതിന് കുറച്ച് നേരം ഇളക്കി തന്നെ കൊടുക്കണം. കൈവിടാതെ ഇളക്കി 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 തന്നെ നമ്മളിതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ല പോലെ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ കഴിക്കാൻ എന്നല്ലേ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പാടിക്ക് ചപ്പാത്തിയോട് വലിയ ഇഷ്ടമില്ല. ഓക്കെ, എങ്കിൽ അവന് വേണ്ടി കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പം കുഞ്ഞു ബോൾ കാണുമ്പോൾ അവൻ കഴിക്കുമല്ലോ. ഓക്കെ, അതും കൂടെ ഈ സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. ദാ ഞാൻ മീൻ ഇല വിടർത്തി വെച്ചിട്ടുണ്ട്. ബീഫ് റെഡി ആയിട്ടുണ്ട്. ദാ എൻ്റെ ചപ്പാത്തിയും കൊഴുക്കട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.